ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ നാടെന്ന് പറയുമ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റില് അഞ്ചലിലാണ്. കുറെ നാളായി ഞാൻ നാട്ടിലോട്ട് പോയിട്ട്. അപ്പൊ ഞാനും പിള്ളേരും നല്ല എക്സൈറ്റഡ് ആണ്. അപ്പൊ എൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത്തവണ ഞങ്ങൾ മാത്രമല്ല, ചേച്ചിയും മക്കളും കൂടെ ഉണ്ട്. കോട്ടയം എത്തിയപ്പോൾ അവര് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ആയൂരാണ് ഞങ്ങൾ ഇറങ്ങിയത്. സെറിൽ ഞങ്ങളെ കാത്തവിടെ നിപ്പുണ്ടായിരുന്നു. സെറിൽ ഞങ്ങളുടെ കസിനാണേ. ഒരു 45 മിനിറ്റ്സോളം ബസ് ലേറ്റ് ആയിരുന്നു. ഇതെന്റെ ഇടവക പള്ളിയാണേ. ഈ പള്ളി കാണുമ്പോൾ തന്നെ വീട്ടിലെത്തിയ ഒരു ഫീല് തന്നെയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയേ. മമ്മിയും ഡാഡിയും ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. മമ്മിയും ഡാഡിയും മാത്രമല്ല, ഇവിടെ കുമ്പളപ്പവും ചക്കപ്പഴവും എല്ലാം ഞങ്ങളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചക്കപ്പഴമൊക്കെ തിന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൈൻ ചേച്ചിയുടെ വീഡിയോ കോള്. എന്റെ നാത്തൂനാണേ. അങ്ങനെ പുള്ളിക്കാരത്തിയോടും കുറെ നേരം കത്തിവെച്ചു. ഫുഡൊക്കെ കഴിച്ച് ടയേർഡ് ആയത് കാരണം എല്ലാവരും നേരത്തെ കിടന്നു. ഞങ്ങൾ രാവിലെ തന്നെ ഒരു ഡ്രൈവിന് ഇറങ്ങുകയാണ്. അത്യാവശ്യം ഫേമസ് ആയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി. ഇത് കൊളത്തൂപ്പുഴ അയ്യപ്പ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇത് ഈ അമ്പലത്തിനോട് ചേർന്നാണ് കല്ലടയാറ് ഒഴുകുന്നത്. അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്കൊപ്പം ഈ അമ്പല ദർശനവും നടത്താറുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രധാന നേർച്ചയാണ് മീനൂട്ട്. നേർച്ചയൂട്ടിനുള്ള വകകള് ഞങ്ങൾ ഈ സ്റ്റോളിൽ നിന്നും വാങ്ങി നേരെ മീനിനെ കാണാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങള് മീനിന് തീറ്റയൊക്കെ കൊടുത്ത് കുറച്ചു നേരം അവിടെ മീനുകളെയൊക്കെ നോക്കി നിന്നു. ആ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അവിടെ പിള്ളേര് കുറച്ചു നേരം ആടുകയൊക്കെ ചെയ്തു. കുളത്തൂപ്പുഴ ചെങ്കോട്ട റോഡിലൂടെ പോകുമ്പോൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കാണുന്ന ഒരു നല്ല അതിമനോഹരമായ ഒരു സ്പോട്ടാണിത്. ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു ആറിന്റെ തീരത്തേക്കാണ്. കുറേ പാറക്കൂട്ടങ്ങളും ആ പാറയ്ക്കിടയിലൂടെ ചെറുതായിട്ട് വെള്ളം ഒഴുക്കും. ആറിനക്കരെ വനവും പക്ഷികളും. രാവിലെ ചെന്നത് കാരണം കുറെ പക്ഷികളുടെ പാട്ടുകളും ഒക്കെ കേൾക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ ഇരുന്ന് എടുത്തു. ചേച്ചി ഈത്തനും കൂടെ ആ പാറയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. സാധാരണ നാട്ടിൽ കാണുന്നതിലും വലിപ്പമുള്ള ഒരു അട്ടയെ ഞങ്ങൾ അവിടെ കണ്ടു. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായ ആ സ്പോട്ടിൽ നിന്ന് തിരിച്ച് നേരെ മിൻചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. ഡാഡിയുടെ ചേട്ടന്റെ മോളാണ്. ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു. ഷായിച്ചാനോടും മിൻചേച്ചിയോടും കുറെ നേരം സംസാരിച്ചു. മിൻചേച്ചി ഞങ്ങൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ച് കുറച്ചു നേരം വീണ്ടും ഇരുന്ന് ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്. ഇതൊരു തേക്കും കാടാണ്. കുറേ തേക്കുകളുണ്ട് ഇവിടെ, ഇങ്ങനെ നിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വരുമ്പോ കാണുന്നത് ഒരു കൂട്ടം പറങ്കിമാവാണ്. ഞങ്ങൾ പറങ്കാവെന്ന് പറയും ഇതിനെ. കുറേ പൂത്ത് കായ്ച്ച് പഴുത്ത് നിൽക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ മമ്മി പറയുന്നു, മുറ്റത്ത് ചെറികൾ കുറേ പഴുത്ത് നിപ്പുണ്ടെന്ന്. അപ്പോഴേക്കും ഡാഡിയും വന്ന് അതിൽ നിന്ന് കുറേ പറിച്ചെടുത്തു. ഇത്രയും ചെറികൾ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നവാസ് മീനുമായിട്ട് വരുന്നത്. കുറച്ച് മീനൊക്കെ നവാസിന്റെ നിന്നും വാങ്ങി. അങ്ങനെ നവാസും പോയി. അപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈമായി. ചേച്ചിതേ ഒരു കുക്കറുമായിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സ്ഥിര ഭക്ഷണ രീതിയാണ്. കപ്പ, ചേന, ചേമ്പ്, കാച്ചില് എല്ലാം കൂടി ഇട്ട് പുഴുങ്ങും. പിന്നെ മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയുമുണ്ട്. ഇതാണ് മമ്മി സ്പെഷ്യൽ അടച്ചൂറ്റി ചമ്മന്തി.
ഇതിന്റെയൊക്കെ അത്രയും ടേസ്റ്റ് ഏത് ഹോട്ടൽ ഫുഡിലും ഞങ്ങൾക്ക് കിട്ടില്ല. ചെറുപ്പം മുതൽ ഇത് കഴിച്ചുള്ള ശീലം കൊണ്ടാവും മമ്മിയുടെ ഈ അടച്ചുറ്റി ചമ്മന്തി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ വട്ടത്തിലിരുന്ന് അതൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.